ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ഗുരു ക്യാമ്പസിൻ്റെ അടുത്ത ടിപ്പിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാ പ്രാവശ്യവും ഒരു ടിപ്പ് പറയാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ടിപ്പ് എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, അധികം ആരും ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴാണ് അതിന് ടിപ്പ് എന്ന് പറയുക. എന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു എളുപ്പ വഴി ആരും ശ്രദ്ധിക്കാത്തതായിട്ടുണ്ട് എങ്കിൽ അതിനെ നമ്മൾ ടിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത്തരത്തിൽ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം, ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നമുക്ക് ഇംഗ്ലീഷ് എന്നല്ല, ഏതൊരു ഭാഷ പഠിക്കുമ്പോഴും നമുക്ക് അത്യാവശ്യമായിട്ടും വേണ്ട ഒരു സംഭവമാണ് ലിസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്, ലേൺ ടു ബി എ ഗുഡ് ലിസണർ. നമ്മൾ എല്ലാ പ്രാവശ്യം പറയുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ എപ്പോഴും പറയുന്ന ഒരു സംഭവമാണ്, ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് എന്നിങ്ങനെ. നമ്മളെപ്പോഴും അങ്ങനെയാണ് പറയാറുള്ളത് അല്ലേ. ഞാൻ എഴുതുന്നുണ്ട്, ഞാൻ വായിക്കുന്നുണ്ട് എന്ന രീതിയിലൊക്കെ നമ്മൾ പറയും. പക്ഷെ ഒരിക്കലും നമ്മൾ പറയാത്തൊരു സംഭവമാണ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളത്. എന്ന് വെച്ചാൽ നേറ്റീവ് സ്പീക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അധികം അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല. നമ്മളെപ്പോഴും ഒരു പ്രധാനപ്പെട്ട ഒരു ടേമിൻ്റെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ആക്റ്റീവ് വോയിസിൻ്റെ പിന്നാലെയോ, അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ പിന്നാലെയോ, അല്ലെങ്കിൽ ഇനി വേറെ വല്ല സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ ആയിരിക്കും നമ്മൾ ഉണ്ടാവുക. ഒരിക്കലും ഒരു ആക്റ്റീവ് സ്പീക്കർ, ഒരു നേറ്റീവ് സ്പീക്കർ സംസാരിക്കുന്ന അയാൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, എന്തൊക്കെ രീതിയിലുള്ള ജസ്റ്റേഴ്സാണ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ രീതിയിലുള്ള വേർഡ്സാണ് ഉപയോഗിക്കുന്നത്, ആ വേർഡ്സ് എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിൽ അധികം ആളുകൾ ശ്രദ്ധിക്കാറില്ല. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തരാം. കാരണം ഈ ഒരു ലിസണിങ് കൊണ്ട് എന്തൊക്കെ രീതിയിലുള്ള മാറ്റങ്ങളാണ് നമ്മുടെ ഇംഗ്ലീഷിൽ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. അതായത് നമ്മൾ പണ്ട് ഇംഗ്ലീഷിൽ ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ കാണുന്ന സമയത്ത് ഇംഗ്ലീഷിലായിരിക്കും കമൻട്രി അല്ലേ. ആ ഇംഗ്ലീഷിലുള്ള കമൻട്രി നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് പണ്ട് എങ്ങനെയായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്, സച്ചിൻ ടെണ്ടുൽക്കർ ഇങ്ങനെയായിരിക്കും നമുക്ക് തോന്നിയിട്ടുണ്ടാവുക അല്ലേ. സച്ചിൻ ടെണ്ടുൽക്കറിനെ നമുക്ക് പരിചയമുള്ളത് കൊണ്ട് അങ്ങനെ പറയുമ്പോൾ, അല്ലെങ്കിൽ റോജർ ഫെഡറർ എന്ന രീതിയിലോ, അല്ലെങ്കിൽ റൊണാൾഡോ എന്ന രീതിയിലൊക്കെ പറയുമ്പോൾ നമുക്ക് അവരുടെ പേരറിയാവുന്നത് കൊണ്ട് അതെങ്ങനെയാണ് ഉച്ചരിക്കുക എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ അവരെന്താണ് ചെയ്തത്, അല്ലെങ്കിൽ ഗോൾ അടിക്കുന്ന സമയത്ത് അവരെന്താണ് പറയുന്നത്, പെനാൽറ്റി വരുന്ന സമയത്ത് അവരെന്താണ് പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നമുക്കതിൽ ഒരുവിധപ്പെട്ട ഒരു 90% കാര്യങ്ങളും നമുക്ക് മനസ്സിലാവാറുണ്ട്. അവരെന്താണ് പറയുന്നത്, ഇത് ഫൗളാണോ, അല്ലെങ്കിൽ ഫൗളിനുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ വീഡിയോ റെഫറിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്കത് മനസ്സിലാവാറുണ്ട്. ഇതെങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ആരും ചിന്തിക്കാത്തൊരു കാര്യമാണത്. കാരണം നമുക്ക് ഓൾറെഡി ഒരു സ്കില്ല് നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ട്. അതൊന്നും നമ്മൾ മുഖവരക്കെടുക്കില്ല, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു വാല്യൂ നമ്മൾ കാണാറില്ല. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും വർഷങ്ങൾ നമ്മൾ ലിസൺ ചെയ്ത് നമ്മൾ മനസ്സിലാക്കിയെടുത്ത ഒരു കാര്യമാണത്. ഏതൊക്കെ ആളുകൾ ഏതൊക്കെ രീതിയിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ടോ അത് നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമ്മളും അതേ ഫോർമുല തന്നെയാണ് ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. അത് നിങ്ങൾ കമൻട്രി മാത്രമല്ല, ഏത് രീതിയിലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ മാച്ചിന് മുന്നേ ആയിട്ട് പ്രീ ഷോ ഉണ്ടാവാറുണ്ടല്ലേ, അത് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ അതേപോലെ ന്യൂസ് ചാനൽസിൽ ഡിബേറ്റ്സ് ഉണ്ടാവും. ന്യൂസ് കണ്ടിട്ട് കാര്യമില്ല. ന്യൂസ് കൂടുതലും എന്താ പറയുക, ഈ പാസീവ് വോയിസിലാണ് ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. അത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്, പക്ഷേ നല്ലൊരു ലിസണിങ് സ്കില്ല് ഉണ്ടാക്കിയെടുക്കണമില്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് എങ്ങനെയാണ്, അവരുടെ ഡിബേറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ അവർ കുറേ രീതിയിലുള്ള ഫ്രേസസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. മാത്രമല്ല അവരുടെ ആ യൂസേജും, പിന്നെ എങ്ങനെയാണ് അവർ ജസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നത് എന്നിവയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അടിമുടി നിരീക്ഷിക്കുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ ടിപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇന്ന് മുതൽ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണത്. ഈ സോഷ്യൽ മീഡിയയൊക്കെ ആയാലും നമ്മൾ വെറുതെ സമയം കളയുന്നുണ്ട് എങ്കിൽ അതൊക്കെ ഇത്തരത്തിലുള്ള വീഡിയോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡിബേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സംസാരം അവരുടെ ഒരു പ്രൊഫഷൻ ആയിരിക്കണം. എന്ന് വെച്ചാൽ സംസാരം കൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. ന്യൂസ് റീഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ മറ്റ് സ്പീക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ. ഇപ്പോൾ സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് എല്ലാം ഉണ്ട്. ഇനി അതല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ് പൊളിറ്റീഷ്യൻസ് എന്ന് പറയുന്നത്. ആ പൊളിറ്റീഷ്യൻസിന് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അവരെങ്ങനെയാണ് ഒരു ക്രൗഡിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഓരോ കാര്യത്തിനും അവരെങ്ങനെയാണ് മറുപടി പറയുന്നത്, ഏത് രീതിയിലുള്ള വേർഡ്സാണ് ഉപയോഗിക്കുന്നത്, അവരെങ്ങനെയാണ് ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കുന്നത്, ഇതെല്ലാം നമ്മൾ നിരീക്ഷിക്കണം. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ തന്നെ നമുക്ക് പഠിക്കാൻ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ചെടുക്കാനുള്ള എത്രയോ അവസരങ്ങൾ നമുക്കുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ ഇംഗ്ലീഷിൽ ഉപകാരപ്രദമാവുന്ന രീതിയിൽ നമ്മളിത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ എങ്ങനെയാണ് ലിസൺ ചെയ്യേണ്ടത് എന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. എല്ലാവരും പറയും ലിസൺ ചെയ്യുക എന്നുള്ളത്. എങ്ങനെയെന്നുള്ളത് ആരും പറയാറില്ല.
ചെയ്യാറില്ല. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. എല്ലാ കാര്യങ്ങളും നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കെയർഫുൾ ആയിട്ട് തന്നെ അവരെങ്ങനെയാണ് ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ ഇംഗ്ലീഷിൽ മാറ്റം ഉണ്ടായിരിക്കും.